വീഡിയോ ഓണാണ് ഇപ്പം. വീഡിയോ ഓണാണ്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. കാണണ്ട, അമ്മ കാണണ്ടല്ലോ. നമുക്ക് പിന്നെ വീഡിയോയിൽ ഗാലറി കണ്ടാൽ പോലെ. ഓ അങ്ങനെ നമ്മളിങ്ങനെ വെച്ച് പിടിക്കാനും വേണ്ട, അങ്ങനെയൊന്നും പിടിക്കില്ല. പാക്കറ്റ് ഇട്ടിരുന്നാൽ മതി, ഫോൺ പിടിച്ചോണ്ടിരിക്കും. അപ്പം പിന്നെ ഈ പോക്കറ്റിൽ തന്നെ ഇടാം. സെറ്റ് ഓഫായി. അത് ഓഫായി, നിങ്ങൾ പേടിക്കണ്ടെന്ന്. അതിൽ വീഡിയോ ഇപ്പോൾ ആക്റ്റീവാണ്. ആ ശരി എന്നാ. ഇത് നെടുമങ്ങാട് നെടുമങ്ങാട് റിംസ് ആശുപത്രിയുടെ സൈഡിലാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ആശുപത്രിയിൽ പോയതായിരുന്നു. ഒറ്റപ്പാറ SUT ആശുപത്രിയിലൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. കാരണം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആശുപത്രിയിൽ പോയ സംഭവമാണ്. ഇങ്ങനെ പോയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വീഡിയോ എടുത്തതാണ്. 75% വികലാംഗനായ ഒരാളാണ് ഞാൻ. അപ്പോൾ ഭിന്നശേഷിക്കാരായ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സബ്സ്ക്രൈബിലൂടെയും ഷെയറിലൂടെയും ലൈക്കിലൂടെയും നിങ്ങൾ സഹായിക്കുക. ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിനും അത് പോസ്റ്റ് ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. കാരണം ഭിന്നശേഷിക്കാരായ ആൾക്കാരാണ്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സഹായിച്ചാൽ മാത്രം മതി. ഞങ്ങൾ ഭിന്നശേഷിക്കാരായ ആൾക്കാർ ഒരുപാട് ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ്. എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് മരുന്നിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും ഗുളികയ്ക്കും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇതിലൂടെ എനിക്ക് കിട്ടുന്ന വരുമാനം ഞാൻ ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് മാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഞാൻ ഇത് കൊടുക്കുകയും ചെയ്യും. അവർ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. നിങ്ങളെല്ലാവരും ഇപ്പം നെടുമങ്ങാട് പരിസരത്തെത്തിയിരിക്കുകയാണ്. നെടുമങ്ങാട് പഴകുറ്റിയിലെത്തിയിരിക്കുകയാണ്. പവിത്രം ഓഡിറ്റോറിയം എല്ലാം കഴിഞ്ഞിങ്ങനെ വരികയാണ്. ഒരുപാട് കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്.
എല്ലാം നിങ്ങൾ കാണുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യുക. അതൊന്നും പറയാനില്ല. റാണി തിയേറ്റർ എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോണത് പോത്തങ്കോടാണ്. പോത്തങ്കോട്, വെമ്പായം, മംഗലാപുരം, മുരിക്കുമ്പുഴ, ആയൂർ, അഞ്ചൽ ഇങ്ങനെ പോകും. നേരെ പോണത് നമ്മളെ പുത്തമ്പാലം, നെടുമങ്ങാട്, പഴകുറ്റി ഇങ്ങനെ അങ്ങ് പോകും. പഴകുറ്റി ജംഗ്ഷനിൽ തന്നെ ഒരു മുസ്ലിം പള്ളി കൊണ്ടിവിടെ ആൾക്കാർക്ക് വരാം, പോവാൻ, നിസ്കരിക്കുക എല്ലാം ചെയ്യാനുള്ള സംവിധാനം ഈ പഴകുറ്റിയിലുണ്ട്. പഴകുറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പഴയ രൂപത്തിലുള്ള ആലുകൾ കാണുമെന്ന്. പക്ഷെ ഇപ്പം ഇവിടെ ആലൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അവർ മുറിച്ച് മാറ്റി. ഇപ്പം ആലിൻ്റെ കുറ്റി പോലും അവിടെ നിന്ന് കാണാനില്ല. അങ്ങനെ കമ്മാള റെസ്റ്റോറൻറ്റിൻ്റെ സാധനം കൂടിയാണ്. രുചികരമായ ഭക്ഷണങ്ങൾക്ക് കമ്മാളം റെസ്റ്റോറൻറ്റ്. അതുപോലെ ഒരുപാട് ഭക്ഷണശാലകൾ ഇവിടെ ഉണ്ട്. നല്ല വാഴക്കന്നുകൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ വരിക. നല്ല അടിപൊളി വാഴക്കന്നുകൾ. ഇന്നിപ്പോൾ മീനൊന്നും കാണാനില്ല ഇവിടെ. ഇവിടെ കഴിഞ്ഞാലേ മീൻ വരുവാണെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ കാണാമായിരുന്നു. അതെ, ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ഇതിലേ വരാനുള്ള കാരണം ഈ ഒരു ഏരിയ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലേ വന്നത്. നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. നിങ്ങളിൽ കൂട്ടത്തിൽ ഭിന്നശേഷിക്കാരായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അവരെ വാട്സപ്പ് നമ്പർ സഹിതം എന്നെ അറിയിക്കണം. നമ്മൾ ഭിന്നശേഷിക്കാരായ ഒരു ഗ്രൂപ്പ് നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരെയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ഗ്രൂപ്പിൽ ആഡാക്കുന്നതാണ്. അവരെ ഏതൊരു കാര്യത്തിനും സഹായത്തിനും ഞങ്ങളുണ്ടാവും. അപ്പോൾ അവരെ നമ്പർ, വാട്സപ്പ് നമ്പർ എനിക്ക് അയച്ചു തരണം എന്നുള്ളതാണ്. എൻ്റെ നമ്പർ ഞാൻ പറയാം: 97 46 29 10 8 4. ഇത് എൻ്റെ നമ്പരാണ്. ഈ നമ്പർ നിങ്ങൾ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം. എല്ലാവരും ചെയ്ത് തരും എന്നുള്ള വിശ്വാസത്തോടെയാണ്. മോഹൻലാൽ വാങ്ങിച്ച പെരേഡോണ് ഈ കിടക്കണം. മോഹൻലാലിൻ്റെ പെരേഡോണ്, നമ്മളെ സിനിമാ നടൻ മോഹൻലാലിൻ്റെ പെരേഡോണ് ഈ കാണുന്നത്. ഇപ്പോൾ അവിടെ മരിച്ചിനി എല്ലാം നാട്ട്. നല്ല ടോയ്സുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കണ്ണാടി ടോയ്സ് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം. നല്ല അടിപൊളി ജ്യൂസ് കുടിക്കാം. നെടുമങ്ങാട് പഴകുറ്റിക്ക് ഇപ്പുറം, പുത്തമ്പാലത്തിന് സെൻറ്ററിലായിട്ട് നല്ല അടിപൊളി ജ്യൂസ്. മീനിൻ്റെ പരിപാടി തുടങ്ങിയില്ല.